ദേശാഭിമാനി മുഖപ്രസംഗം 2024 മാർച്ച് 26. അഴിമതിയിൽ ബി.ജെ.പിയും കോൺഗ്രസും ഭായി ഭായി. അടുത്തിടെ രാജ്യം കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ കുംഭകോണമാണ് ഇലക്ടറൽ ബോണ്ട്. അഴിമതിക്കെതിരെ വലിയ വായിൽ പ്രസംഗിക്കുന്ന നരേന്ദ്രമോദി അഴിമതിയെ നിയമപരമാക്കിയതാണ് ഇലക്ടറൽ ബോണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് കോർപ്പറേറ്റുകളുടെ കള്ളപ്പണം യഥേഷ്ടം വാങ്ങാനുണ്ടാക്കിയ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ട് സുപ്രീം കോടതി റദ്ദാക്കിയതോടെയാണ് അഴിമതിയുടെ ആഴം പുറത്തുവന്നത്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നൽകിയ ഹർജിയെ തുടർന്നാണ് സുപ്രീം കോടതിയുടെ ചരിത്രവിധി. ആകെ ലഭിച്ച തുകയുടെ പകുതിയിലധികവും കേന്ദ്രം ഭരിക്കുന്ന BJPക്കാണ് കിട്ടിയതെന്ന് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു. 16,518.6 കോടിയിൽ 84,051.41 കോടിയും BJPയുടെ ഖജനാവിലേക്കാണ് ഒഴുകിയത്. മറ്റു പാർട്ടികളിൽ കോൺഗ്രസ് ആണ് കൂടുതൽ വാങ്ങിയത്, 1951.7 കോടി. തൊട്ടുപിന്നിൽ തൃണമൂൽ കോൺഗ്രസുമുണ്ട്, 1716.8 കോടി. ഇന്ത്യയിലെ കോർപ്പറേറ്റ് കമ്പനികൾ കോടികൾ ഒഴുക്കിയത് അതിൻ്റെ 10 മടങ്ങ് ലാഭമുണ്ടാക്കാനാണെന്ന് ആർക്കും മനസ്സിലാകും. അഴിമതിയുടെ കാര്യത്തിൽ BJPയും കോൺഗ്രസും ഭായിമാരാണെന്നാണ് ഇലക്ടറൽ ബോണ്ട് വിവരങ്ങൾ പുറത്തുവന്നപ്പോൾ വ്യക്തമാകുന്നത്. റോബർട്ട് വാദ്ര ഉൾപ്പെട്ട ഭൂമി കുംഭകോണ കേസ് ഒതുക്കാൻ 170 കോടി രൂപ ഇലക്ടറൽ ബോണ്ടായി BJPക്ക് നൽകിയെന്ന സുപ്രധാന വിവരം ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന സോണിയാഗാന്ധിയുടെ മകളും രാഹുൽ ഗാന്ധിയുടെ സഹോദരിയും AICC ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് വാദ്ര പ്രതിയായ കേസ് ഒതുക്കാനാണ് രാജീവ് ഗാന്ധിയുടെ കാലം മുതൽ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ DLF 170 കോടിയുടെ ഇലക്ടറൽ ബോണ്ട് BJPക്ക് നൽകിയത്. അഴിമതിപ്പണം കൈപ്പറ്റുന്നതിൽ രണ്ടു പാർട്ടികളും തമ്മിലുള്ള അന്തർധാരയാണ് ഇതിലൂടെ പുറത്തുവന്നത്. കേവലം രാഷ്ട്രീയ ആരോപണമല്ലിത്. DLFുമായി അടുത്ത ബിസിനസ് പങ്കാളിത്തമാണ് വാദ്രയ്ക്കുള്ളത്. UPA ഭരണകാലത്ത് ഹരിയാനയിലെ ഗുഡ്ഗാവിൽ വാദ്ര തുച്ഛമായ വിലയ്ക്ക് സ്വന്തമാക്കിയ 3.5 ഏക്കർ DLF 58 കോടിക്ക് വാങ്ങി. ഈ ഇടപാടിൽ അഴിമതി ആരോപിച്ച് 2018 ഹരിയാനയിലെ BJP സർക്കാർ ഇവരെ പ്രതി ചേർത്ത് കേസെടുത്തു. 2019 ഒക്ടോബർ മുതൽ 2022 നവംബർ വരെയുള്ള കാലയളവിൽ 6 ഘട്ടങ്ങളിലായി DLF 170 കോടി രൂപയുടെ ഇലക്ടറൽ ബോണ്ട് വാങ്ങി BJPക്ക് നൽകി. 2023 വാദ്രയ്ക്കും DLFനുമെതിരെയുള്ള കേസ് BJP സർക്കാർ അവസാനിപ്പിച്ച് ക്ലീൻ ചിറ്റ് നൽകി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ BJP ഉന്നയിച്ച പ്രധാന ആരോപണമാണ് അവർ തന്നെ അവസാനിപ്പിച്ചതെന്നത് ശ്രദ്ധേയമാണ്. BJPക്ക് പണം കിട്ടിയാൽ ആർക്ക് എന്ത് അഴിമതിയും നടത്താം, കേസുകളെല്ലാം അവസാനിപ്പിക്കും. അഴിമതി നടത്താൻ രാജ്യം ഭരിക്കുന്ന പാർട്ടിയും പ്രധാന പ്രതിപക്ഷ പാർട്ടിയും പരസ്പര സഹായ സംഘമായി പ്രവർത്തിക്കുന്നു എന്നതിനും തെളിവാണിത്. വാദ്രയുടെ ഇടപാടിൽ ഭാര്യ പ്രിയങ്ക ഗാന്ധിക്കും പങ്കുണ്ടെന്ന് ED കഴിഞ്ഞ വർഷം സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. എന്നാൽ പ്രിയങ്ക ഗാന്ധിയെ പ്രതി ചേർക്കാൻ ED തയ്യാറായില്ല. ഹരിയാനയിലെ ഫരീദാബാദിൽ കൃഷിഭൂമി വാങ്ങിയതിൽ പ്രിയങ്ക ഗാന്ധിയും പങ്കാളിയാണെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ഡൽഹിയിലെ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് HL പഹ്വ മുഖേന 2006 പ്രിയങ്ക 5 ഏക്കർ വാങ്ങുകയും 2010 അയാൾക്ക് തന്നെ ഭൂമി തിരിച്ചു വിൽക്കുകയും ചെയ്തു. വാദ്ര 45 ഏക്കറും ഇവിടെ വാങ്ങി. പഹ്വ മുഖേനയാണ് ഇരുവരുടെയും കച്ചവടം. പഹ്വയാകട്ടെ വാദ്രയുടെ കമ്പനിയായ റിയൽ എർത്ത് എസ്റ്റേറ്റിൻ്റെ ഡയറക്ടറുമാണ്. BJPക്ക് കോടികൾ കിട്ടിയതോടെ ഈ കേസൊക്കെ ഇല്ലാതായി. BJPയും കോൺഗ്രസും ആശയപരമായി ഇഴയടുപ്പമുള്ളവരാണെന്നാണ് ഇതിലൂടെ ഒരിക്കൽ കൂടി തെളിയുന്നത്. അധികാരത്തിനു വേണ്ടി മാത്രമാണ് ഇരു കൂട്ടരുടെയും മത്സരം. കോർപ്പറേറ്റുകളുടെ താൽപ്പര്യങ്ങളും അവരുടെ പണവും മാത്രമാണ് രണ്ട് പാർട്ടിക്കും പ്രധാനം. അതിനായി സാധാരണ ജനങ്ങളെ തീരാ ദുരിതത്തിലേക്ക് തള്ളിവിടാൻ മടിയില്ല. റബ്ബർ കമ്പനികളിൽ നിന്ന് കോടികൾ വാങ്ങി കർഷകരെ കണ്ണീര് കുടിപ്പിക്കാൻ BJPയും കോൺഗ്രസും കൂട്ടുനിൽക്കുന്നത് ഇലക്ടറൽ ബോണ്ടിലൂടെ തെളിഞ്ഞ മറ്റൊരു വസ്തുതയാണ്. ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷം ശക്തിപ്പെട്ടാൽ മാത്രമേ ഈ ജനവിരുദ്ധ ശക്തികളെ പ്രതിരോധിക്കാനാവൂ. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിനുള്ള അവസരമായി ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം.